ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. എന്തെങ്കിലും വല്ല തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിച്ച് എന്നോട് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളെ ഫസ്റ്റ് വ്ളോഗാണ് ഞാനിത് ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മളെ യാത്ര എന്ന് പറയുന്നത് നമ്മളെ തിരുനെല്ലി ക്ഷേത്രത്തിലേക്കാണ്. വയനാട് ജില്ലയിലെ ശ്രീ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങളെ യാത്ര. ഞങ്ങൾ എല്ലാ വർഷവും പോവാറുണ്ട്. ഇവിടുത്തെ ഈ അമ്പലം ഫേമസ് ആയത് തന്നെ നമ്മളെ ബലിതർപ്പണത്തിൻ്റെ ഫേമസായ ക്ഷേത്രമാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. അപ്പം ഞങ്ങൾ എല്ലാ വർഷവും മാർച്ച് മാസം പോവാറുണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂർ ഓട്ടോ ഉണ്ട് വയനാട് ജില്ലയിലേക്ക്. ഞങ്ങൾക്ക് ഓട്ടോയിലാണ് യാത്ര പോകുന്നത്. രാവിലെ ഒരു 5 മണി ടൈമിൽ ഇറങ്ങിയതിനാൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, ഭയങ്കര ഇരുടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വയനാട് പാൽച്ചുരമൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 7 മണി ആ ടൈമായിരിക്കും. അത്യാവശ്യം കോടയുണ്ട്, പിന്നെ നല്ല തണുപ്പുമുണ്ട്, നല്ല വ്യൂ ആണ്. പോകുന്ന വഴി നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീഡിയോയിൽ. നമ്മൾ ചെറിയ വീഡിയോ ആയതുകൊണ്ട് ഞങ്ങൾ മാക്സിമം പോകുന്ന വഴി അത്യാവശ്യം കവറൊക്കെ ചെയ്തിട്ടുണ്ട്. പോകുന്ന സ്ഥലങ്ങളൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ്. ഫോട്ടോസിനും വീഡിയോ എടുക്കാനും അടിപൊളി വ്യൂ ആണ്. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെറിയൊരു കടയുണ്ടായിരുന്നു. ഇവിടെ ഫേമസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യപ്പാണ് ഇവിടുത്തെ ഫേമസായ അപ്പം. അപ്പോൾ ഞങ്ങൾ പക്ഷേ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിപ്പൊടിയും അതും സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതിലെ വരുന്ന എല്ലാവരും ഇവിടുന്ന് നെയ്യപ്പമൊക്കെ വാങ്ങിച്ച് കഴിക്കണം. നല്ല അടിപൊളിയാണ്. വണ്ടി ഞങ്ങൾ മൂവ് ചെയ്തപ്പോഴാണ് കുറച്ച് ആശാന്മാരെ കണ്ടത്, മാന്യ കണ്ടത്. ഞങ്ങൾ എല്ലാ വർഷം പോകുമ്പോൾ ഓരോന്നിനെ കാണാറുണ്ട്. ഈ വർഷം ഞങ്ങൾക്ക് മാന്യാണ് കാണാൻ പറ്റിയത്. ഞങ്ങൾ വണ്ടി പുറകോട്ട് എടുത്തപ്പോഴേക്കും അവരൊക്കെ ഓടിപ്പോയി. സൗണ്ട് കേട്ട് പിന്നെ അധിക സമയം അവിടെ നിന്നില്ല. അമ്പലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും താമസിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം അമ്പലത്തിൻ്റെ കീഴെ ദേവസ്വം ബോർഡിൻ്റെ റൂമുകളൊക്കെ അവൈലബിൾ ആയിട്ട് കിടക്കുന്നുണ്ട്. അതിനൊന്നും ഒരു കുറവുമില്ല. പിന്നെ പോകുന്ന വഴി നല്ല ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടിയുള്ള യാത്രയായിരുന്നാൽ നല്ല വ്യൂ ആണ്. അപ്പോൾ ഇവിടെ വയനാട് ജില്ലയിൽ ഒരുപാട് സ്പോട്ടുകളുണ്ട്. അപ്പോൾ എല്ലാവരും കാണാൻ വരണം. കൂട്ടത്തിൽ ഈ അമ്പലം വിസിറ്റ് ചെയ്യണം. ഞങ്ങളിത് ഏകദേശം 8 മണിയാകുമ്പോഴത്തേക്ക് അമ്പലത്തിലെത്തി. നിങ്ങൾക്ക് ബോർഡ് കാണാൻ പറ്റും, ഓം നമോ നാരായണ ബോർഡ്. ഞങ്ങൾക്ക് അങ്ങ് സ്റ്റെപ്പ് കയറി അമ്പലത്തിലേക്ക് വരണം. പാർക്കിങ്ങിനായിട്ട് ഇഷ്ടംപോലെ ഏരിയകളുണ്ട്. പാർക്ക് ചെയ്യാനും ബുദ്ധിമുട്ടൊന്നുമില്ല. വണ്ടി കൊണ്ട് വരുന്നവർക്ക് അതൊരു പ്രശ്നമേ അല്ല. ഞങ്ങൾ അമ്പലത്തിൻ്റെ അമ്പലത്തിന് ചുറ്റി നമ്മളെ പൂജക്കായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ കൗണ്ടറിൽ പൂജക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ബലിതർപ്പണം ചെയ്ത് തിരിച്ച് കുളിച്ച് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റും. അപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ വാങ്ങി ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബലിതർപ്പണത്തിനകത്ത് പോവുകയാണ്. അപ്പോൾ പകുതി വരെ മാത്രം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. ബലിതർപ്പണത്തിന് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല, വീഡിയോ ചെയ്യാൻ പറ്റില്ല. ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഗുണ്ടിക ശിവക്ഷേത്രമുണ്ട്. അവിടെ തിരിച്ച് വരുന്ന വഴിക്ക് കയറാം. അപ്പോൾ ഞങ്ങൾ ബലിതർപ്പണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരികയാണ്. ഇത് ചെറിയ വീഡിയോ ആണ്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.